1 ഫണ്ടമെൻ്റൽസ് ഓഫ് റീറ്റെയിലിംഗ്. ഈ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് സെഷൻ 2 സെയിൽസ് അസോസിയേറ്റ് സർവീസസ് ടു കസ്റ്റമേഴ്സ്, സെഷൻ 3 സ്കിൽസ് ഫോർ ഹാൻഡ്ലിംഗ് റീറ്റെയിൽ ബിസിനസ്, സെഷൻ 4 ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സെയിൽസ് അസോസിയേറ്റ്. Concept of customer. Customer is an individual or business that purchases goods and services of business. ഒരു ഉൽപ്പന്നമോ സേവനമോ വാങ്ങിക്കുന്ന വ്യക്തിയെയോ ബിസിനസ്സിനെയോ കസ്റ്റമർ എന്ന് നമുക്ക് വിളിക്കാം. കസ്റ്റമറിൽ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ബിസിനസ്മാൻ അല്ലെങ്കിൽ എൻ്റർപ്രണർ, സംരംഭകനായ കസ്റ്റമർ. അവർ മറിച്ചു വിൽക്കാനാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. 2 എൻഡ് യൂസർ, സ്വന്തം ഉപയോഗത്തിന് വാങ്ങിക്കുന്ന ഉപഭോക്താവ്. ആരാണ് കസ്റ്റമർ, ആരാണ് കൺസ്യൂമർ? ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്യമോ വ്യത്യാസമോ ഉണ്ടോ? നമുക്ക് പരിശോധിക്കാം. കുട്ടികളെ, കൺസ്യൂമറും കസ്റ്റമറും ഒന്ന് തന്നെയാണോ? അഭിജിത്ത് പറയൂ. ഒന്ന് തന്നെയാണ് സാർ. ചില സന്ദർഭങ്ങളിൽ കസ്റ്റമറും കൺസ്യൂമറും ഒരാൾ തന്നെയായിരിക്കും. പക്ഷേ ഈ 2 വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് സാർ വ്യത്യാസം? ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന ആളെ കസ്റ്റമർ എന്നും അത് ഉപയോഗിക്കുന്ന ആളെ കൺസ്യൂമർ എന്നും പറയാം. ഉദാഹരണത്തിന്, അഭിജിത്തിൻ്റെ അച്ഛൻ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്തു. ആ ചോക്ലേറ്റ് അഭിജിത്ത് കഴിക്കുന്നു. ഇവിടെ അഭിജിത്തിൻ്റെ അച്ഛൻ കസ്റ്റമറും അഭിജിത്ത് കൺസ്യൂമറുമാണ്. സാറേ, അപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞ ഈ അഭിജിത്തിൻ്റെ അച്ഛൻ തന്നെ ചോക്ലേറ്റ് കഴിച്ചാലോ? അങ്ങനെയെങ്കിൽ കസ്റ്റമറും കൺസ്യൂമറും ഒരാൾ തന്നെയായിരിക്കും. ഉൽപ്പന്നത്തിൻ്റെ എൻഡ് യൂസറെ കൺസ്യൂമർ എന്നും ഉൽപ്പന്നത്തിൻ്റെ പർച്ചേസറെ കസ്റ്റമർ എന്നും പറയുന്നു. മനസ്സിലായില്ലേ? സാർ, താങ്ക് യു സാർ. യു ആർ വെൽക്കം. കസ്റ്റമർ, വൺ ഹു ബൈസ് പ്രോഡക്ട്സ്. ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്നയാളെ കസ്റ്റമർ എന്ന് പറയാം. കൺസ്യൂമർ, എൻഡ് യൂസർ ഹു കൺസ്യൂംസ് ദ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളെ കൺസ്യൂമർ എന്ന് പറയാം. ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കൾ പലതരത്തിലുണ്ട്. ലോയൽ കസ്റ്റമേഴ്സ്, ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സ്, ഇമ്പൾസീവ് കസ്റ്റമേഴ്സ്, നീഡ് ബേസ്ഡ് കസ്റ്റമേഴ്സ്, വാൻഡറിംഗ് കസ്റ്റമേഴ്സ്. ലോയൽ കസ്റ്റമർ ഒരു ബ്രാൻഡിനോടോ ഒരു റീറ്റെയിൽ സ്റ്റോറിനോടോ വിശ്വസ്തത പുലർത്തുന്ന കസ്റ്റമറാണ് ലോയൽ കസ്റ്റമർ. ഒരു ബ്രാൻഡ് സ്ഥിരമായി വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റോർ സ്ഥിരമായി സന്ദർശിക്കുന്ന ഉപഭോക്താവാണ് ലോയൽ കസ്റ്റമർ. ഒരു റീറ്റെയിൽ സ്റ്റോറിന് ഏറ്റവും അധികം വിൽപ്പനയും ലാഭവും നേടിത്തരുന്ന ഉപഭോക്താവാണ്. டைப்பர் செக் பண்ண ஃபீட் பண்ணியா? எல்லாம் பண்ணிட்டேன். ஆனா என்ன ஆச்சுன்னு தெரியலையே. வுட்வர்ட்ஸ் கிரைப் வாட்டர் கொடுத்தியா? நீங்க எல்லாரும் குழந்தையா இருக்கறச்சே நான் அதான் கொடுத்தேன். ഡിസ്കൗണ്ട് കസ്റ്റമർ വിലക്കുറവ്, വിലക്കിഴിവ് ഇഷ്ടപ്പെടുന്ന ഉപഭോക്താവ്. വിലക്കിഴിവ് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന ഉപഭോക്താവ്. ഇവരെ ആകർഷിക്കുവാൻ ഡിസ്കൗണ്ട് ഓഫേഴ്സ് എന്നിവ ആവശ്യമായി വരും. ഇമ്പൾസീവ് കസ്റ്റമർ തൽക്ഷണം തീരുമാനിക്കുന്ന ഉപഭോക്താവ്. സ്റ്റോർ സന്ദർശിക്കുന്ന സമയത്തെ സാഹചര്യങ്ങളിൽ ആകർഷിക്കപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഉപഭോക്താവ്. ഉൽപ്പന്നങ്ങൾ ആവശ്യമാണെങ്കിലും അല്ലെങ്കിലും ഇവർ വാങ്ങിക്കുന്നവരാണ്. നീഡ് ബേസ്ഡ് കസ്റ്റമർ ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്റ്റോർ സന്ദർശിക്കുന്ന ഉപഭോക്താവ്. ഇവർ പ്രത്യേക ഉൽപ്പന്നം അല്ലെങ്കിൽ ബ്രാൻഡ് വാങ്ങിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റീറ്റെയിൽ സ്റ്റോർ സന്ദർശിക്കുന്നത്. വാൻഡറിംഗ് കസ്റ്റമർ പ്രത്യേക ലക്ഷ്യങ്ങളില്ലാതെ സ്റ്റോർ സന്ദർശിക്കുന്ന ഉപഭോക്താവ്. വെറുതെ സ്റ്റോർ സന്ദർശിക്കുക അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നം പിന്നീട് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കുവാനായി ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് സ്റ്റോർ സന്ദർശിക്കുന്ന ഉപഭോക്താവ്. കോൺസെപ്റ്റ് ഓഫ് കസ്റ്റമർ സർവീസ്. റീറ്റെയിലിംഗിൽ ഏറ്റവും പ്രധാനമേറിയതാണ് കസ്റ്റമർ സർവീസ്. നിലവാരമുള്ള കസ്റ്റമർ സർവീസ് ഏതൊരു റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. റീറ്റെയിൽ കസ്റ്റമർ സർവീസിൽ എന്തെല്ലാമാണുള്ളത്? കസ്റ്റമേഴ്സിന് ശരിയായ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുവാൻ സഹായിക്കുക, അവരുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുക, പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുക, ബില്ലിംഗ്, പാക്കിംഗ്, ഡെലിവറി,
കസ്റ്റമർ സർവീസ് ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ് എന്നിവ ഉൾപ്പെടുന്നു. Customer service is the most important thing we do here at Tout Limited. It is the biggest thing that will drive our purpose, which is service, quality and value. The service one is absolutely key to making us win against the other competitors. So we really want you to be able to embrace the best way to perform customer service. To do that, we've tried to make 2 different simple analogies for you to be able to remember to put into play when you're at work. SatNav. Sat stands for smile, ask, thank. Every customer deserves all 3 of these. Hello there. Smile. Every customer deserves a smile at the beginning of every interaction, inside or outside the store. Find the vinegar, please. Certainly, of course, yes. If you'd like to follow me. Yeah, it's just to the right here. There we are. Thank you. Is that all right for you? Ask. Every customer should be asked one question to begin a conversation and really begin engaging with them. Fine, thank you very much. Okay. Is there anything else I can help you with? No, that's all for today, thank you. Thank. No matter what situation, we must always leave with a positive comment. Always a thank you and something like have a great evening. All right, well, you have a nice day. Thank you, Take and you. care. ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് കസ്റ്റമർ സർവീസ്. നല്ല ഉപഭോക്തൃ സേവനത്തിൻ്റെ സവിശേഷതകൾ. 4 P's ഓഫ് കസ്റ്റമർ സർവീസ്. ഒരു നല്ല കസ്റ്റമർ സർവീസിന് ആവശ്യമായിട്ടുള്ള പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? പ്രോംപ്റ്റ്നെസ്, പൊളൈറ്റ്നെസ്, പ്രൊഫഷണലിസം, പേഴ്സണലൈസേഷൻ എന്നിവയാണ്. അവ ഓരോന്നും പരിശോധിക്കാം. പ്രോംപ്റ്റ്നെസ്. കസ്റ്റമർ സർവീസ് സമയബന്ധിതമായി നൽകുക എന്നത് പ്രധാനമാണ്. കസ്റ്റമേഴ്സിൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അവരുടെ സമയം പാഴാക്കാതെ കൃത്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യണം. വൈകുന്നത് കസ്റ്റമർ നഷ്ടപ്പെടാനോ അസംതൃപ്തരാവാനോ സാധ്യത നൽകുന്നു. പൊളൈറ്റ്നെസ്. മര്യാദയുള്ള പെരുമാറ്റം. പലതരത്തിലുള്ള വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള കസ്റ്റമേഴ്സിനോട് മര്യാദയുള്ള പെരുമാറ്റം ആവശ്യമാണ്. കസ്റ്റമേഴ്സിനെ അഭിവാദ്യം ചെയ്യുന്നത്, ക്ഷണിക്കുന്നത് വളരെ മര്യാദാപൂർവമാകണം. കസ്റ്റമേഴ്സ് പറയുന്നത് കേൾക്കുവാനുള്ള ക്ഷമ കാണിക്കുകയും വേണം. പ്രൊഫഷണലിസം. കസ്റ്റമേഴ്സിനോട് വളരെ പ്രൊഫഷണലായ രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്. വൃത്തിയും മര്യാദയും കൂടാതെ വളരെ കാര്യക്ഷമമായും കസ്റ്റമേഴ്സിനോട് ഇടപഴകേണ്ടതാണ്. പേഴ്സണലൈസേഷൻ. എല്ലാ തരം കസ്റ്റമേഴ്സിനെയും പ്രാധാന്യത്തോടും മര്യാദയോടും പരിഗണിക്കണം. റീറ്റെയിൽ സ്റ്റോർ സന്ദർശിക്കുന്ന ഓരോ കസ്റ്റമറും പ്രാധാന്യമുള്ളതാണെന്ന രീതിയിലാണ് ഇടപെടേണ്ടത്. ഓരോ കസ്റ്റമറെയും പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. ഒരു സെയിൽസ് അസോസിയേറ്റ് പ്രദാനം ചെയ്യുന്ന കസ്റ്റമർ സർവീസ് ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് കാണാം. കസ്റ്റമർ സപ്പോർട്ട്. കസ്റ്റമേഴ്സിന് സംശയങ്ങൾ തീർക്കുക, ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് പകർന്നു കൊടുക്കുക, ഓരോ ഉപഭോക്താവിൻ്റെയും ആവശ്യം നിറവേറ്റുവാനുതകുന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുക എന്നീ സേവനങ്ങൾ സെയിൽസ് അസോസിയേറ്റ് നൽകേണ്ടതാണ്. പ്രീ സെയിൽസ്. വിൽപ്പനയ്ക്ക് മുന്നോടിയായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുക, ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുക എന്നത് സെയിൽസ് അസോസിയേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. സെയിൽസ് അസോസിയേറ്റ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലും പങ്കാളിയാവേണ്ടതാണ്. കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്യാമ്പയിൻ, കസ്റ്റമേഴ്സിൻ്റെ താൽപ്പര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സർവേയിൽ പങ്കാളിയാവുക, ഇമെയിൽ, കത്തുകൾ എന്നിവയ്ക്ക് കൃത്യമായ മറുപടി നൽകുക, ടെലിമാർക്കറ്റിംഗ് സേവനങ്ങൾ നൽകുക എന്നിവ സെയിൽസ് അസോസിയേറ്റ് നിർവഹിക്കേണ്ട ജോലികളാണ്. സെയിൽസ് അസോസിയേറ്റ് നൽകുന്ന പ്രധാനപ്പെട്ട സേവനം സെയിൽസ് നിർവഹിക്കുക എന്നുള്ളതാണ്. ഇതിൽ സെയിൽസും ഉൾപ്പെടുന്നു. ടെക്നിക്കൽ സപ്പോർട്ട്. സാങ്കേതികമായ പിന്തുണയും കസ്റ്റമേഴ്സിന് നൽകേണ്ടതാണ്. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ വ്യക്തിഗത വിവരങ്ങളുടെ അപ്ഡേഷൻ, അപേക്ഷ പൂർത്തിയാക്കാൻ സഹായിക്കുക, കൂടാതെ അവരുടെ പ്രശ്നപരിഹാരത്തിനായുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതും സെയിൽസ് അസോസിയേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സേവനങ്ങളാണ്. സോഷ്യൽ മീഡിയ കസ്റ്റമർ സർവീസ്. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഉപഭോക്തൃ സേവനവും സെയിൽസ് അസോസിയേറ്റ് നിർവഹിക്കേണ്ട സേവനമാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഉപഭോക്തൃ സംതൃപ്തി. ഒരു ഉപഭോക്താവിൻ്റെ പ്രതീക്ഷകൾക്കൊത്തോ പ്രതീക്ഷകൾക്ക് കൂടുതലായോ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ലഭിക്കുമ്പോഴാണ് സംതൃപ്തി ഉണ്ടാവുക. സംതൃപ്തനായ ഉപഭോക്താവ് വീണ്ടും ആ സ്റ്റോർ സന്ദർശിക്കുവാനും
തുടർച്ചയായ വിൽപ്പനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുവാൻ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് കാണാം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർക്കിൾ, കസ്റ്റമർ ഗ്രീവൻസസ്, സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ്, കസ്റ്റമർ ഫോക്കസ്, കസ്റ്റമർ പ്രോപ്പർട്ടി, ടൈംലി സപ്ലൈ ആൻഡ് കസ്റ്റമർ ഫീഡ്ബാക്ക്. ഈ 6 ഘടകങ്ങളെയും വളരെ വ്യക്തമായിട്ട് കൈകാര്യം ചെയ്യുന്ന റീറ്റെയിൽ സ്റ്റോറുകളിലാണ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവുക. റീറ്റെയിലിങ്ങിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. 1. കസ്റ്റമർ ലോയൽറ്റി കൂട്ടുന്നു. കസ്റ്റമേഴ്സിനെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. സാറ്റിസ്ഫൈഡ് ആൻഡ് അൺസാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സിനെ തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. കസ്റ്റമേഴ്സ് നഷ്ടപ്പെടാതിരിക്കുവാൻ കാരണമാകുന്നു. കസ്റ്റമേഴ്സിനെ നിലനിർത്തിക്കൊണ്ട് അവരിൽ നിന്നും തുടർച്ചയായി വ്യാപാരം ഉറപ്പുവരുത്തുന്നു. കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള തെറ്റായ പ്രചാരണങ്ങൾ ഇല്ലാതാക്കുന്നു. കസ്റ്റമേഴ്സിനെ സ്റ്റോറിനോട് ചേർത്ത് നിലനിർത്തുകയും ചെയ്യുന്നു. സെഷൻ 3, സ്കിൽസ് ഫോർ ഹാൻഡ്ലിംഗ് റീറ്റെയിൽ ബിസിനസ്. ഒരു ജോലി വൈദഗ്ധ്യത്തോടുകൂടി ചെയ്യുവാനുള്ള കഴിവാണ് സ്കിൽ എന്ന് പറയുന്നത്. സെയിൽസ് അസോസിയേറ്റ് അത്യാവശ്യം വേണ്ട കഴിവുകളും ഗുണങ്ങളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. പേഷ്യൻസ്, ക്ഷമാശീലം. വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇടപഴകുവാൻ സെയിൽസ് അസോസിയേറ്റിന് ക്ഷമാശീലം അത്യാവശ്യമാണ്. അറ്റൻറ്റീവ്നെസ്, ശ്രദ്ധ. സ്റ്റോറിലെത്തുന്ന ഓരോ കസ്റ്റമറോടും ശ്രദ്ധാപൂർവം പെരുമാറേണ്ടതും കസ്റ്റമറെ മനസ്സിലാക്കാനും അവർക്ക് മികച്ച സേവനം ലഭ്യമാക്കാനും ശ്രദ്ധ അത്യാവശ്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയ ശേഷി. ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും ഉൽപ്പന്നങ്ങളും സേവനങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഉപഭോക്താവിന് പകർന്നു കൊടുക്കുവാനുമുള്ള ആശയവിനിമയ ശേഷി സെയിൽസ് അസോസിയേറ്റ് ആർജിക്കേണ്ടതാണ്. കൂടാതെ വാക്കുകൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും ആശയങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുവാൻ പരിശീലിക്കണം. പ്രൊഡക്റ്റ് നോളജ്, ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ്. സെയിൽസ് അസോസിയേറ്റിന് ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് ഉണ്ടാവേണ്ടതാണ്. ഉപഭോക്താവിന് ഉൽപ്പന്നത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ അത്യന്താപേക്ഷിതമായ അറിവ് നേടേണ്ടതാണ്. പോസിറ്റീവ് ലാംഗ്വേജ്, ആത്മവിശ്വാസം കൂറുന്നതും കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസം ആർജിക്കാൻ ഉതകുന്നതുമായ രീതിയിലുള്ള ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ ഭാഷയാവണം സെയിൽസ് അസോസിയേറ്റിൻ്റേത്. ഭാഷയിൽ കസ്റ്റമേഴ്സിനോടുള്ള ബഹുമാനവും നേടിക്കേണ്ടതാണ്. ആക്ടിംഗ് സ്കിൽസ്, അഭിനയ പാടവം. ഒരു റീറ്റെയിൽ സ്റ്റോറിൽ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള, പ്രത്യേകിച്ച് ബോറന്മാരും ദേഷ്യം പിടിപ്പിക്കുന്നവരുമായ കസ്റ്റമേഴ്സ് വരാം. അതുപോലെ വ്യത്യസ്തരായ ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുവാൻ കൃത്യമായ ശരീരഭാഷയും മുഖഭാവങ്ങളും വാക്കുകളോടൊപ്പം തന്നെ ഉപയോഗിക്കുവാൻ സെയിൽസ് അസോസിയേറ്റ് പരിശീലിക്കേണ്ടതാണ്. ടൈം മാനേജ്മെൻറ്റ് സ്കിൽസ്, സമയനിഷ്ഠ. കാര്യക്ഷമമായ സമയം വിനിയോഗിക്കുവാൻ സെയിൽസ് അസോസിയേറ്റിന് കഴിയണം. ഉപഭോക്താവിൻ്റെ സമയം വിലപ്പെട്ടതാണെന്നും അവരെ മുഷിപ്പിക്കാതെ കൃത്യതയോടെ സേവനം നൽകുവാൻ പരിശീലിക്കണം. ഗോൾ ഓറിയൻറ്റഡ്, ലക്ഷ്യബോധം. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, സെയിൽ നിർവഹിക്കുക എന്ന ലക്ഷ്യം എപ്പോഴും മുൻനിർത്തിയാവണം സെയിൽസ് അസോസിയേറ്റ് ഇടപഴകേണ്ടത്. സെയിൽസ് അസോസിയേറ്റിന് സ്ഥാപനത്തിൻ്റെ സെയിൽസ് പ്ലാനിനോടൊപ്പം തൻ്റെ വിൽപ്പന ലക്ഷ്യത്തെക്കുറിച്ചും വ്യക്തമായ അവബോധം ഉണ്ടാവണം. റെസീലിയൻസ്, ഉന്മേഷം, ഉത്സാഹം. കസ്റ്റമേഴ്സിനോട് ഉത്സാഹത്തോടെ സെയിൽസ് അസോസിയേറ്റ് പെരുമാറണം. ഉന്മേഷത്തോടെയുള്ള സംഭാഷണം, ഊർജ്ജസ്വലതയോടെയുള്ള കസ്റ്റമേഴ്സിനെ അറിഞ്ഞ് സേവനം നൽകുന്നത് ഉപഭോക്തൃ സംതൃപ്തിക്ക് കാരണമാവും. സെഷൻ 4, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സെയിൽസ് അസോസിയേറ്റ്. Who is a sales associate? Sales associate is a person responsible for all sales activities of a retail stores.
Working on the sales floor is a lot of fun at Walmart. I'm part of a great team, and I'm always interacting with our customers. Whether you work in apparel, toys, grocery, or within any of our other departments, finding an area you enjoy is important because it's up to me to keep my area clean and stocked, even when things get busy. And let's be honest, it can get really busy. Even though things change all the time, I know I have to be flexible. Customers look to us to be the expert and help them find what they need. There are so many great opportunities to learn new skills, starting with a job in the sales department. If you love helping people, then you'll love this job. What sort of different skills do you need to have to be working in this fashion area? Okay, to become a general salesperson and especially to work in the fashion world because it's one of the busiest departments in our store, so you have to be quite fast-paced. Customer service is priority. We always want to create that difference, that point of difference from other retailers is to provide that service to our customers. Great. ഡ്യൂട്ടീസ് ഓഫ് സെയിൽസ് അസോസിയേറ്റ്. സെയിൽസ് അസോസിയേറ്റ് നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ജോലികൾ: ഹാൻഡ്ലിംഗ് പ്രോബ്ലംസ്, അസിസ്റ്റിംഗ് സെയിൽസ്, ക്ലറിക്കൽ ടാസ്ക്, ജോബ് സ്പെസിഫിക് ഡ്യൂട്ടീസ്. ഹാൻഡ്ലിംഗ് പ്രോബ്ലംസ്: ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുകയും അത് പരിഹരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുക, പരിഹരിക്കുവാനുള്ള ആത്മാർത്ഥമായ ശ്രമം സ്ഥാപനത്തിൻ്റെ പോളിസിക്കനുസരിച്ച് കൈക്കൊള്ളേണ്ടതാണ്. അസിസ്റ്റിംഗ് സെയിൽസ്: ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നം തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുക, മികച്ച സേവനം നൽകുക, ഉൽപ്പന്നം റീസ്റ്റോക്ക് ചെയ്യുക, ആകർഷകമായ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുക, വിൽപ്പന വർദ്ധിപ്പിക്കുക തുടങ്ങിയവ സെയിൽസ് അസോസിയേറ്റിൻ്റെ പ്രധാന ജോലികളാണ്. This customer over here looks like he needs some help, so we're going to go over, greet him, and see what he's looking for. Okay. Good afternoon. Hi. What are you looking for? I really don't know. It's my girlfriend's birthday. It's coming up in a week, and I have no idea what to get her. That's all right. Have you thought about a fragrance? I think she'd like that. Yeah, I do. I would love a fragrance if I was her. Oh, sounds better than what I'm going for now. So do you know anything she's wearing already? No, not really, no. No? That's all right. Something like Narciso Rodriguez might be nice. Fantastic customer service, that is always top priority for us as a company. Interacting with people, a multitasker. If you have basically those attributes, you will soar in retail. There you go. Thank you very much. No problem. Have a nice day. ക്ലറിക്കൽ ടാസ്ക്: വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള ക്ലറിക്കൽ ജോലികൾ സെയിൽസ് അസോസിയേറ്റ് ചെയ്യേണ്ടതാണ്. ബില്ലിംഗ്, ഡോക്യുമെൻറ്റേഷൻ, ഫയലിംഗ്, ക്യാഷ് ഹാൻഡ്ലിംഗ്, പേയ്മെൻറ്റ്സ് പ്രോസസ്സിംഗ്, ഓർഡർ അക്സെപ്റ്റൻസ് ആൻഡ് ഡെലിവറി തുടങ്ങിയ അനേകം ക്ലറിക്കൽ ജോലികളിലും സെയിൽസ് അസോസിയേറ്റ് പങ്കെടുക്കേണ്ടതാണ്. Hi there. Just nice to meet you. Perfect. One of the first tasks to learn on the job is how to process a sale through the register. Do you have a Farmers Club card? Oh, perfect. Salespersons are often a customer's only point of contact, so they play an important role in building rapport with the public. I'm just scanning these onto the computer. And how would you like to pay for that today? Thank you. The general salesperson will close the sale and invite the customer back into store. Great. Thank you. Have a great day. See you next time. While we have... Good afternoon. Hi there. How are you? Yeah, good, thanks. You all right? Brilliant. Yeah, I'm very well, thank you. Did you find everything you were looking for today? Yeah, it's my second time being in today, mine. So Really? there I we go. do that all the time. Would you like a bag? Yes, please. All right, so just these three, that comes to £5 and 3 pence and fees. Thanks very much. Okay, thank you. Thanks. See you Have a later. nice day. Bye-bye. ജോബ് സ്പെസിഫിക് ഡ്യൂട്ടീസ്: കസ്റ്റമേഴ്സിന് അഭിവാദ്യം ചെയ്യുക, ഉപഭോക്താക്കൾക്ക് കൃത്യമായ മറുപടി നൽകുക, ഉൽപ്പന്നങ്ങൾ തൃപ്തികരമായ രീതിയിൽ പ്രദർശിപ്പിക്കുക, മികച്ച സേവനം പ്രദാനം നൽകുക, ക്യാഷ് രജിസ്റ്റേഴ്സ്, ക്യാഷ് ബാലൻസ്, ക്യാഷ് ഡ്രോയർ എന്നിവ കൃത്യമായി കൈകാര്യം ചെയ്യുക. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സെയിൽസ് അസോസിയേറ്റ്: സെയിൽസ് അസോസിയേറ്റിൻ്റെ ഉത്തരവാദിത്വങ്ങൾ: interact with customers, working directly with customers, resolve the issues of customers, listen to customers, remain friendly and polite with customers. Interact with customers: കസ്റ്റമേഴ്സിന് മുഖാമുഖം സേവനം നൽകുന്നതോടൊപ്പം
ഫോണിലും ഇമെയിലിലും സേവനം നൽകുവാനുള്ള ഉത്തരവാദിത്വം സെയിൽസ് അസോസിയേറ്റിനുണ്ട്. വർക്കിംഗ് ഡയറക്ട്ലി വിത്ത് കസ്റ്റമേഴ്സ്. സ്റ്റോർ സന്ദർശിക്കുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും നേരിട്ട് സേവനം നൽകുവാനുള്ള ബാധ്യത സെയിൽസ് അസോസിയേറ്റിനുണ്ട്. സോൾവ് ദ ഇഷ്യൂസ് ഓഫ് കസ്റ്റമേഴ്സ്. ഉപഭോക്താക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സഹായം നൽകാൻ, സേവനം നൽകാൻ സെയിൽസ് അസോസിയേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. Ask short, guiding questions to clarify the situation. We usually send notices before we start any work. Do you remember getting anything in the mail about your trees needing to be trimmed? Well, maybe a couple, but I didn't really read them. Honestly, I didn't think they'd just come in and do it. What day did you say your trees got trimmed? Last Friday they started first thing. Must have been 7:30 a.m. Find something to agree with. This puts you on the customer's side. Oh, that's early. I didn't think they started before 8. Tell me about it. As you work with the customer to find a solution, remember to use positive language. Well, let me start by giving you this guide to city services. There's a whole section on trees and shrubs, what the residents' responsibilities are, and what we can do for you. Move the customer into more positive territory by having them make small decisions along the way. There's this form that you can fill out a written complaint. Or if you prefer, we can ask the operations manager to give you a call back as a first step. Oh, I don't want to fool with any forms. Just have your manager call me, I guess. Finally, as you work towards a solution, know what you can offer. Oh, we can also submit your request to the community ombudsman for an independent review. What does that cost? Oh, it's a free service for handling citizens' complaints. Well, I might not need to go that far. Tell you what then, why don't you go over that information, and I will ask the operations manager to give you a call as soon as he gets back in the office. That sounds fair enough. Thanks for your help. You bet. Listen to customers. ഉപഭോക്താക്കളെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ അവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കി അവർക്ക് യോജിച്ച ഉൽപ്പന്നം നൽകുന്നതിന് സെയിൽസ് അസോസിയേറ്റിന് ഉത്തരവാദിത്വമുണ്ട്. Last. Last stands for listen, apologize, solve, thank. Excuse me? Hello there. What happened with this chicken? Oh, really? If something has gone wrong, someone will want to tell you about it, and sometimes let off steam. The only way to deal with this is to keep listening until they've calmed down and got their point across. Interrupting will only ever make things worse. Even in the most irate people, they'll calm down if you simply listen and try to understand for long enough. The problem? It smells. Oh. I'm not prepared to feed my family this. Okay. Then we need to apologise. Not that we have done anything wrong, but that this has happened and that we really want to help put it right. Right, okay. Well, I'm terribly sorry about that, madam. If you'd like to follow me, I'll get a supervisor to sort it out as soon as possible for you. Terribly sorry about this. Then you need to look to solve the problem. In a lot of cases, this could be calling for your team leader or duty manager. This is your way of solving the problem. Thank you very much. I'm terribly sorry about everything, madam. No problem. Thank Oh, you very well. much for sorting it. That's not a problem. Thank you very much. Take care. Before they leave or go to talk to a manager, we must thank them. Just as everyone still deserves a thank you, especially if something has gone wrong. Take care. Bye-bye now. Remain friendly and polite with customers. ഉപഭോക്താക്കളോട് വളരെ മര്യാദയോടെയും സൗഹാർദ്ദപരമായും പെരുമാറുവാനുള്ള ഉത്തരവാദിത്തം സെയിൽസ് അസോസിയേറ്റിനുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് കോൺസെപ്റ്റ് ഓഫ് കസ്റ്റമർ, ടൈപ്സ് ഓഫ് കസ്റ്റമർ, 4 P's ഓഫ് കസ്റ്റമർ സർവീസ്, കസ്റ്റമർ സർവീസ് ഫങ്ഷൻസ് എന്തെല്ലാമാണ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നിവയാണ്. കൂടാതെ സെഷൻ 3-ൽ കസ്റ്റമർ സർവീസ് സ്കിൽസ് റിക്വയർഡ് ഫോർ എ സെയിൽസ് അസോസിയേറ്റ്, അതുപോലെ സെഷൻ 4-ൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സെയിൽസ് അസോസിയേറ്റ് എന്നിവയാണ്.